കാഴ്ച കണ്ടു നിൽക്കാം. നോടി തുറന്ന് കെട്ടിയ പൊന്നുപോലെ സൂക്ഷിച്ച അവിടെ നല്ല കാഴ്ച ആണ്. ഓ എന്ത് ഭംഗിയ. ഇതുമേ കാണാറ്റോ. ഓ നമ്മളിപ്പോൾ ആകാശത്ത് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എയർപോർട്ടിൽ. ഞാൻ ഇതുവരെ വരാത്തൊരു കിടിലം പ്ലേസിലാണ്. തുരുതുരാ വെടി വെക്കുന്നുണ്ട്. എൻ്റെ ഒരു നിഗമനത്തിൽ, ഇക്കാക്കാട് ഒരു നിഗമനത്തിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഞാൻ ഇതുവരെ വരാത്ത ഒരു ഭാഗത്താണ്. അപ്പോൾ എൻ്റെ പൊന്നും ഇവിടെ കിടിലൻ ആംബിയൻസ് ആട്ടോ. എന്ത് രസം കാണാനായിട്ട്. ഞാൻ ചുറ്റിനുള്ള കാഴ്ച വെച്ചാട്ടോ. ഇക്കാക്കെ ഞാനും ആകാശത്ത് ഇറക്കിയത് ആ ഒരു നല്ല നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. ഓ ഭയങ്കര വൈബൻ പ്ലേസും എന്താന്ന് നോക്കിയേ. അതാണ് നമ്മുടെ എയർപോർട്ട്. കാക്ക ഇരിപ്പായി ഒറ്റ ടേക്ക് ഓഫ് പോലും ആയിട്ടില്ല. കൊറേ വെടി പൊട്ടിക്കണ്ട്. ഇവരെന്തിനാ വെടി പൊട്ടിക്കണേ? നമ്മളിങ്ങനെ കൊതിപ്പിക്കാനാ. പിന്നെ വന്നാൽ ഈ പ്ലേസ് അടിപൊളിയാണ് കേട്ടോ. ഒരു മൂടൽ മഞ്ഞ് പോലത്തെ ഒരു പ്ലേസും അതിൻ്റെ കൂടെ കിടിലൻ സൺസെറ്റും. ഞാൻ തീരെ വിചാരിച്ചില്ല കാക്ക വരും ഇല്ലേ. ഞാൻ തീരെ വിചാരിച്ചില്ല കെട്ടിയ വരും. ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്ക് കാണാം. ആണോ? ഇതാണ് ആ ഫ്രണ്ട് പോർഷൻ. അവിടെ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന പോർഷനാണ് ഈ കാണുന്നത്. പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഫ്ലൈറ്റ് പൊങ്ങിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ ട്രിപ്പ് ഒട്ടും പ്രതീക്ഷയില്ല. ഭയങ്കര സ്പെഷ്യൽ, അതുപോലെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള പ്ലേസ്. നല്ല കാറ്റ്, നല്ല സൺസെറ്റ്, നല്ല സൺസെറ്റ്. എന്തൊക്കെയോ ഒരു റിലീഫ് കിട്ടുന്നൊരു പ്രത്യേക പീസ്ഫുൾ ഒരു പ്ലേസ്. സാധാരണ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ക്രൗഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത്തവണ വന്നത് എന്താ പറയുക, ഭയങ്കര സൈലൻ്റായിട്ട്. ഇവിടെ അധികം തിരക്കില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് തിരക്ക്. നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ അധികം തിരക്കില്ല. നേരം വെയിറ്റ് ചെയ്ത് വെറുതെ ഇല്ലാന്ന് തോന്നുന്നു. റൺവേണോ റൺവേയുടെ അവിടെ കടന്ന് കറങ്ങുന്നുണ്ട്. പൊങ്ങൂലേ? അതന്നെ ഞാൻ ആലോചിക്കണേ. വെറുതെ വഴി കൂടെ ഓടിക്കൂല. ഇത് പൊങ്ങണില്ലല്ലോ. പൊങ്ങടാ. അയ്യോ അത് അങ്ങോട്ട് പോയാ? ഇല്ല. ആളെ എടുക്കാൻ വന്നാ. ഇൻഡിഗോ അവൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ. തലയും കാണുന്നില്ലല്ലേ, വാല് മാത്രമേ കാണുന്നുള്ളൂ. ആണോ? അതെങ്ങനെ? എന്നാ വീഡിയോ എനിക്ക് വന്നില്ലല്ലോ. അവനെവിടെ പോണേ ഒറ്റക്ക്? അങ്ങോട്ട് പോയാ? എങ്ങനെ? അവിടെ വരെ പോയില്ല. പിച്ചിക്കളന്ന് കളഞ്ഞവൻ.
ഞാൻ പറഞ്ഞ അവിടെ നിന്ന് എടുക്കണം. തിരിയണ്ടെങ്കിൽ എടുക്കുന്നുണ്ട്. കാഴ്ച കണ്ടു നിൽക്കണം. തിന്ന എന്തെങ്കിലും കഴിക്കാൻ ഫുഡ് കഴിഞ്ഞിട്ട് ഇനി എന്തുള്ളൂ ഒരു ചേസിങ്ങിലാണ് അവിടെ പ്ലെയിൻ അവിടുന്ന് പ്ലെയിൻ വരുന്നുണ്ട്. സോ നമ്മൾ സ്പീഡിൽ ഏത് ബെസ്റ്റ് വെച്ച് നമുക്ക് പ്ലെയിൻ കിട്ടുമെന്ന് പറഞ്ഞോടാ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അടുത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ചേസിങ്ങിലാണ്. ഇതെന്താണ് അത് മറിച്ചല്ലേ കേട്ടോ. എവിടാ എവിടാ ഇതാണ് നല്ല വ്യൂ. കിട്ടിയില്ല. നമ്മൾ ഇനി അടുത്ത പ്ലേസിൽ പോയാണ്. കാക്കയുടെ ഫോണിലെടുത്ത് കാക്ക എന്റെ രാത്രിയിലായൊന്നും മങ്ങിയില്ല. ഇരുട്ട് അങ്ങനെ കുറെ പ്ലെയിൻ എണ്ണി പോകുന്നതിന് ശേഷം ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ തന്നെ കയറിയിട്ടോ. അവിടെ 2-3 തവണ കയറാൻ നിന്നപ്പോഴേക്കാണ് അടുത്ത പ്ലെയിൻ വന്നത്. അവിടെ നിന്ന് നല്ല അടിപൊളി കാട മുട്ട വറുത്തതും അങ്ങനെ പറയണമെന്നുണ്ട്. അതും നല്ല അടിപൊളി ചമ്മന്തിയും കഴിച്ചു. അതിലൊതുക്കാന്ന് വിചാരിച്ചപ്പോൾ അവർ നല്ല കട്ടൻ ചായ തന്നു. അടിപൊളി കട്ടൻ ചായ. എനിക്ക് കട്ടൻ ചായ നല്ല ഇഷ്ടമായി. ഞാൻ പൊതുവേ കട്ടൻ ചായ അധികം കുടിക്കാത്ത ആളാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കട്ടയും ബീഫും കട്ടൻ സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. പിന്നെ പോയ വഴി തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.